പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാവരോടും കൂടി പറയുക, ഇതിൻ്റെ അകത്ത് കൃപാസനത്തിൻ്റെ മണ്ണിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാതാവ് കൈപിടിച്ച് കഴിഞ്ഞെന്നുള്ളതാണ്. അത് പതുക്കെ വന്നാൽ മതി, തിടുക്കം കൂട്ടിയിട്ട് കാര്യമില്ല. അമ്മ മാതാവ് വിളിക്കാതെ ഒരാൾക്കും വരാൻ പറ്റില്ല അങ്ങോട്ട്, അത് ഉറപ്പാണ്. അമ്മ സാധാരണ മക്കളെ വിളിക്കുന്ന എന്തെന്നറിയോ? എൻ്റെ മക്കൾ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ താഴെ ഇരുന്ന് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ ഒച്ച എടുത്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിളിക്കുന്നത് ഒരു 5-6 പ്രാവശ്യം വിളിക്കുമ്പോഴാണ് മക്കളെ ഇറങ്ങി വന്നെ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കും. അവിടെ എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മക്കൾ വിശപ്പോടുണ്ടാവും, അവൾ കഴിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ചില സ്വീറ്റ്സ് ആയിരിക്കാം, അല്ല എന്തെങ്കിലും ആയിരിക്കാം അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുക്കാൻ അമ്മയുടെ കയ്യിൽ എന്തോ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാനത് ഉറപ്പാണ് പറയണേ. ഇതിൽ അനുഭവം പല സ്ഥലത്ത് കേട്ടിട്ടില്ല ഞാൻ പറയുക. വല്ലവരും കഴിച്ച ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. വല്ലവരും പറഞ്ഞ് മീൻകറി ഇങ്ങനെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നെന്ന് അത് കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ഇനിയൊരാളോട് പറയാൻ പറ്റില്ല. നമ്മത് രുചി നോക്കാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മ അനുഭവിച്ചതാണ് ഞാൻ പറയുന്നത്, അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. അപ്പോൾ ഇത് അനുഭവം കേൾക്കുമ്പോൾ അതിൽ വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ബോധ്യം ഉണ്ടാകും, 2 നമ്മളെ വിശ്വാസം വളരും, പിന്നെ നമ്മളുടെ പ്രാർത്ഥനയുടെ മാർഗം നമുക്കൊന്നൊരു ഇൻസ്പിറേഷനാണ്. ഈ രീതിയിൽ നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരേ അനുഭവം വഴിയാണ് പല സയൻറ്റിസ്റ്റും പല കണ്ടുപിടുത്തവും ചെയ്യുന്നത്. അത് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറേ അനുഭവം അമ്മ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയെ പഠിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ പഠിച്ചെടുത്തൊക്കെ എനിക്ക് കറക്റ്റാണെന്ന് തോന്നുന്നത്. എന്താണെന്ന് റിസൾട്ട് കറക്റ്റാണ്, അല്ലെങ്കിൽ റിസൾട്ട് തെറ്റിപ്പോവും. തെറ്റാണെങ്കിൽ റിസൾട്ട് തെറ്റും. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ബോധ്യത്തിൽ ഇരിക്കുക. അമ്മ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അമ്മ വിളിച്ചെങ്കിൽ അമ്മയുടെ കയ്യിൽ എനിക്ക് തരാനുള്ളതൊക്കെ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം അമ്മയുടെ കയ്യിലുണ്ട്. അത് ഈശോ കൊടുത്തിട്ടാണ് പോയത്. ഈശോ കുരിശിലിരുന്ന് അമ്മയെ നമുക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഞാൻ ഹൈന്ദവനായിരുന്നപ്പോൾ അമ്മയ്ക്ക് എന്നെ വിളിക്കാമെന്നെങ്കിൽ നിങ്ങളൊക്കെ എന്തോരം സ്നേഹിക്കുന്നുണ്ടാവും അമ്മ, ഒരു ബോധ്യം ഉണ്ടാകണം. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് വെച്ചാൽ അമ്മയെ സ്വന്തമാക്കണം. അതായിരിക്കണം നമ്മളെ ലക്ഷ്യം. ഇവിടെ പലരുടെയും നമ്മളെ ലക്ഷ്യം നമുക്കൊരു ഭവനം വേണം, ഇല്ല മക്കൾക്ക് കല്യാണം കഴിയണം, അതൊക്കെ സെക്കൻഡറിയാണ്. 2ാമത്തെ 3ാമത്തെ ഇല്ല 4ാമത്തെ 10ാമത്തെ ലക്ഷ്യം ആയിക്കോട്ടെ. കൃപാസനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി അമ്മ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുക, ശരിക്കും ഈ തിരക്കിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യത്തിന് ലക്ഷ്യം എന്തായിരിക്കണം? ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അമ്മയുടെ സ്വന്തം മകളും മകനുമായിട്ട് ഞാൻ തിരിച്ചു പോകും. അമ്മയെ കൈപിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അതിൻ്റെ സ്ഥലമാണ് കൃപാസനം. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സ്ഥിതി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അമ്മയുടെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്, മാനദണ്ഡമുണ്ട്. ദൈവം ചെയ്യുന്നത് നമ്മളെ ജീവിതത്തിലേക്ക്, നമ്മളെ ബലഹീനതയിലേക്ക് കൊണ്ടുവരും. എന്തുകൊണ്ടാണ് ബലഹീനത? നമുക്ക് പലപ്പോഴും നമ്മളെ ജീവിതത്തിലേക്ക് മനസ്സിലാവും, സഹനം വരുമ്പോഴാണ് നമ്മൾ ബലഹീനതയിലേക്ക് പോകുന്നത്.
അപ്പോൾ നമുക്ക് സഹനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അമ്മ നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ 2 കൊറിന്ത്യർ 12-ാം അധ്യായം 9-ാം വചനം. സൗണ്ട് പോയിരിക്കുക അവിടെ. ശനിയാഴ്ച കോയമ്പത്തൂർ ക്ലാസ് അവിടെ ഉച്ചയിടത് സൗണ്ട് പോയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, കറക്റ്റായിക്കോളും. അപ്പോൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വചനം പറയുക, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി പരിപൂർണതയിലേക്കായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പരിപൂർണമായിട്ട് നമ്മളെ പുറത്ത് ദൈവം ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബലഹീനതയിലായിരിക്കണം. അപ്പോൾ പലവരും നമ്മൾ ബലഹീനത അനുഭവിക്കുന്നത്, ഞെരുക്കം അനുഭവിക്കുന്നത്, അത് ദൈവത്തിൻ്റെ വിളിയാണ്. ആ രീതിയിൽ തന്നെ അത് എടുക്കണം. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വഴിമാറിപ്പോകും. ദൈവത്തിന് അനുവദിച്ചു കൊടുക്കില്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ പുറത്ത് ഇറക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാറില്ല. നമ്മൾ ദൈവത്തെ വിട്ടു മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏതൊക്കെ സഹനമുണ്ടോ നിങ്ങൾ ഓർത്തു നോക്കുക. എന്തെങ്കിലുമൊക്കെ സഹനം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാത്തത്, നമ്മൾ വിചാരിക്കാതെ തടസ്സമാണ്, നമുക്ക് കിട്ടണില്ല. അപ്പോൾ പല കാര്യത്തിന് നമ്മൾ ഉടമ്പടിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അമ്മ മാതാവ് ചെയ്തു തരും. അമ്മ മാതാവ് ഇവിടെ ഉള്ളത് എനിക്ക് അമ്മ തെളിയിച്ചു തന്നതാണ്. തെളിയിച്ചു തരാതെ ഞാൻ പിന്നെ രണ്ടാമത് ഇവിടെ വരില്ല. അമ്മയ്ക്ക് അറിയാം ഞാൻ ഇങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആളാണ്. ഹൈന്ദവനായിരുന്നപ്പോഴും പല അമ്പലത്തിൽ പോവും, എന്നിട്ട് അത് എക്സ്പെരിമെൻറ്റ് ചെയ്യും, എന്നിട്ട് അത് തൃപ്തിയാകില്ല, വേറെ അമ്പലത്തേക്ക് പോവും, വേറെ ദൈവത്തിലേക്ക് പോവും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അറിയാമായിരുന്നു, എൻ്റെ സ്വഭാവം അറിയാമായിരുന്നു. ഇവൻ ആദ്യത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവനിക്ക് ആ പ്രൂഫ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവൻ തിരിച്ച് ഇങ്ങോട്ട് വരവ് ഉണ്ടാകില്ല, കൃപാസനത്തേക്ക് വരില്ല. മാതാവിനോട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ അത് എനിക്ക് തെളിയിച്ചു തന്ന്, അമ്മ ഇവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്ന് തെളിയിച്ചു തന്ന്, അത് ഞാൻ അനുഭവം പറയുമ്പോൾ പറയാം. അതിന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്മയുടെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബലഹീനത ഉണ്ടാകണം. രണ്ടാമത് യെശയ്യാ 66:2 ദൈവത്തിൻ്റെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എളിമപ്പെടണം. എളിമപ്പെടുന്നവരെല്ലാം ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവം അടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരും, ദൈവം പ്രസാദിക്കും. ദൈവം നമ്മളോട് പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എളിമപ്പെടണം. ദൈവത്തിന് സങ്കടം വരുന്നത് നമ്മൾ അഹങ്കാരം കാണിക്കുമ്പോഴാണ്. ആരെങ്കിലും പറയുമ്പോൾ തിരിച്ച് സംസാരിക്കുക. അഹങ്കരിക്കുമ്പോൾ ദൈവത്തിന് വളരെ സങ്കടമാണ്. പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ, നിങ്ങൾ തർക്കിക്കാതിരിക്കുമ്പോൾ, ആരെക്കുറിച്ചും കുറ്റം പറയാതിരിക്കുമ്പോൾ, നമ്മൾ താന്നു കൊടുക്കുമ്പോൾ, എളിമപ്പെടുമ്പോൾ ദൈവം പ്രസാദിക്കും. നിങ്ങളെ നോക്കുമ്പോൾ ദൈവത്തിന് വലിയ സന്തോഷമാണ്. ഈ 2 കാര്യം ഓർക്കുക. ദൈവത്തിൻ്റെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ സഹനത്തിന് ദൈവം തന്നാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുക. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് സഹനം കിട്ടുമ്പോൾ സന്തോഷിക്കുക. ശിഷ്യന്മാരെല്ലാവരും സഹനത്തിനെ പ്രതി സന്തോഷിക്കുക ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ സഹനം കഴിഞ്ഞാൽ ഇത് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് വലിയൊരു കൃപയാണ് എൻ്റെ മുകളിൽ നിറയാൻ പോകുന്നത്. ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. വലിയ കൃപ നിറയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തുണ്ടാകുക. ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. അങ്ങനെ ഒന്ന് ആയിക്കിട്ടിയ, ദൈവത്തിൻ്റെ സ്വന്തം ആയിക്കിട്ടിയ, നിങ്ങൾ കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അമ്മയായിട്ട് മാറും. നിങ്ങളും കൃപ നിറഞ്ഞവളാ അമ്മ. ദൈവത്തിൻ്റെ കൂടെ നടക്കാം, അമ്മയുടെ കൈ പിടിച്ച് നടക്കാം നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മൾ പലവരും എന്നെ കൗൺസിലിങ്ങിന് ഫോൺ ചെയ്യാറുണ്ട്, കൗൺസിലിങ്ങിന് വരാറുണ്ട്. വരുമ്പോൾ തന്നെ ഫോൺ എടുക്കുമ്പോൾ തന്നെ കരച്ചിലാണ്. കുറച്ച് നേരം കരഞ്ഞിട്ടാണ് പിന്നെ സംസാരിക്കുക. അവർക്ക് ആ ബോധ്യമില്ല. അവർ പറയണത് കേൾക്കില്ല. കുറേ നേരം അങ്ങോട്ട് കരഞ്ഞിട്ട് പിന്നെ എവിടെ വെച്ച് തുടങ്ങി എവിടെ വെച്ച് അവസാനിച്ചെന്ന് അറിയില്ല. പിന്നെ അടുത്ത ദിവസം കരഞ്ഞിട്ട് ഈ പഴയ കാര്യമില്ല പറയണത്, വേറെ കാര്യത്തെക്കുറിച്ചാണ് കരയണത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഇത്രയും വലിയ അവസരം അവർക്ക് ദൈവം നൽകിയിട്ട്, അത് നൽകിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ബലഹീനതയിലേക്ക്, ഈ നിൻ്റെ സഹനം നീ എൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുക. അത് നൽകിയിട്ട് ഇവർക്ക് അതെന്താ മനസ്സിലാകാത്തതെന്ന് അത് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. ദൈവം ഇപ്പം തന്ന ബലഹീനത, നിങ്ങൾക്കുള്ള സഹനം, നിങ്ങൾക്കുള്ള ഞെരുക്കം, അത് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങൾ അതിൻ്റെ കൂടെ എളിമയായാൽ മതി. ദൈവത്തിന് വിട്ടുപോകരുത്. പ്രാർത്ഥിക്കണം.
ഇത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എത്ര രൂപ പത്രത്തിൽ എഴുതി തരാം, ദൈവത്തിൻ്റെ സ്വന്തമാകും നിങ്ങൾ. ഞാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആകും. ഞാനായിട്ടൊന്നും അഹങ്കാരമല്ലേ പറയണ. എനിക്കറിയാം, എൻ്റെ അമ്മയെ എനിക്കറിയാം, എനിക്കതിൽ അഹങ്കാരമുണ്ട്. അമ്മ എൻ്റെ സ്വന്തമാണെന്ന് പറയാൻ അഹങ്കാരമുണ്ട്. അങ്ങനെ അഹങ്കരിക്കണം നമ്മളും. അമ്മയുടെ സ്വന്തമാകണമെന്ന് ആ ബോധ്യത്തിലാണ് പറയണം. ഞാൻ അഹങ്കരിക്കില്ല, ആ ഒരു ബോധ്യം ഉണ്ടാകണം നമുക്ക്, അമ്മ നമ്മളെ സ്വന്തമാകണമെന്ന്. അതിന് ഞാനത് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കൃപാസനം അറിയുന്നത് 2003. കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആകെ പോകുന്നത് ഞങ്ങൾ കൊച്ചിയിലാണ്, മട്ടാഞ്ചേരിയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പം തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടേ എനിക്ക് കുറേ ദൈവങ്ങളോട് പോകും, പക്ഷേ അമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ കാണുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ ആ ഫോർട്ട് കൊച്ചിയിൽ അവിടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്, അമ്മമാതാവിൻ്റെ പടമുണ്ട്. അവിടെ പോയി കുറേ നേരം ഇരിക്കുക. എനിക്ക് പ്രാർത്ഥിക്കാമെന്നും അറിയില്ല, കൊന്ത ചൊല്ലാനും അറിയില്ല, നന്മ നിറഞ്ഞ വരുമ്പോൾ ചൊല്ലാമൊന്നും അറിയില്ല. പക്ഷെ ഒരു ചെറിയ ബൈബിളുണ്ട്, അവിടെ പോയിരുന്ന് ഇങ്ങനെ ബൈബിൾ വായിക്കും. അതെന്തോ അത് അമ്മ ജയിപ്പിച്ചത്. ഇതൊക്കെ കൃപയാണ്. നമുക്ക് ചെറിയ വിശ്വാസം, ഒരു സ്പാർക്ക് കിട്ടുന്നതും ദൈവം തന്നെ തരുന്നതാണ്. എന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ മറവുക്കാട് അവിടെ വെളങ്ങണി പള്ളിയുണ്ട്, അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കും. നടന്നൊക്കെ പോയിട്ടുണ്ട്. 10, 12, 14 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ ഇരുന്ന്. സൈക്കിളിൽ വാടകയൊന്നുമില്ല, സൈക്കിളില്ല, സൈക്കിൾ വാടകയ്ക്ക് എടുക്കാനുള്ള കാശും ഇല്ല, നടന്നു പോകും ചിലപ്പോൾ ഒക്കെ. അങ്ങനെ ഒരു ആഗ്രഹമാണ്. എന്തെങ്കിലും സങ്കടം വന്നാൽ ഒന്ന് അമ്മയോട് പോയി പറയാം. സ്വന്തം അമ്മയോട് പറയാൻ പറ്റാത്തതൊക്കെ അമ്മയോട് പറയാമെന്നുള്ളൊരു ശീലം ഉണ്ടാകണം നമുക്ക്. ഭർത്താവിനോട് പറയാൻ പറ്റാത്തത്, ഭാര്യയോട് പറയാൻ പറ്റാത്തത്, മക്കളോട് പറയാൻ പറ്റാത്തത്, സുഹൃത്തുക്കളോട് പറയാൻ പറ്റാത്തതൊക്കെ അമ്മയോട് പറയാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ 2003 അപ്പോൾ അന്ന് ജ്ഞാനസ്നാനമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അമ്മയോട് അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ അതുപോലെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിന് മറുപടി ആകെ കൂടി ഒറ്റ വാക്കി പറഞ്ഞ ആത്മഹത്യ. പലവരും ഇതിന് എല്ലാം കൂടി ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആത്മഹത്യ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അത് പക്ഷേ ആ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ. ഞങ്ങൾക്ക് മുന്നോട്ടും പുറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, അമ്മ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അമ്മയെ തിരിഞ്ഞു നോക്കണം. ഞാൻ അവിടെ പോയി മുട്ടിപ്പോയി നിൽക്കുക, പ്രാർത്ഥിക്കാൻ അറിയില്ല, ബൈബിൾ എടുത്ത് ഞാൻ ആകെ കൂടി അറിയുന്നത്, എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. പെൻ്റെക്കോസ്റ്റാണ്, RC ആണ്, ലാറ്റിനാണ്, അതൊന്നും എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ അറിയില്ല. എനിക്ക് അമ്മയെ അറിയാത്രേ ഉള്ളൂ. യേശുക്രിസ്തുവിനൊക്കെ അമ്മ പഠിപ്പിച്ചു തന്നാൽ എനിക്ക് അമ്മയോട് അടുപ്പമുണ്ടായിരുന്നത്. ഞാൻ അവിടെ ഇരുന്നിടത്ത് ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഇതേപോലെ വലിയ അവസ്ഥയാണ്. എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അവിടെ വലിയ കേസും കാര്യമൊക്കെ നടക്കുക. എൻ്റെ ബിസിനസ്സിൽ പ്രശ്നമാണ്. തിരിച്ചു പോയാൽ അതിന് ഉത്തരവില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല. അതുപോലത്തെ അതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയം ഇല്ല. എന്തൊക്കെ പ്രശ്നമാണെന്നോ, വലിയ പ്രശ്നമാണ്, ആലോചിച്ച് നോക്കാൻ പറ്റില്ല. അതിന് ഈ ലോകത്തിൽ ആർക്കും ഉത്തരവില്ല. അതുപോലത്തെ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, ഉത്തരമാകാൻ ആത്മഹത്യ. അന്ന് ഞാൻ മുട്ടിപ്പോയിരുന്ന് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ദൈവം സംസാരിക്കുമോ അമ്മമാതാവ് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും എൻ്റെ മനസ്സിൽ ആരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉറക്കെ പറയാം, മനസ്സിൻ്റെ അകത്ത്, ചെവി കൂടിയില്ല, മനസ്സിൻ്റെ അകത്ത് കൃപാസനം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് കൃപാസനം എവിടെയാണെന്നറിയില്ല. എൻ്റെ കയ്യിൽ ബൈക്കുണ്ട് ആ സമയത്ത്. ഇത് കുറേ കഴിഞ്ഞിട്ടാണ് ജോലിയൊക്കെ കിട്ടി ചെറിയതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബിസിനസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കൃപാസനം ഒന്ന് ഇങ്ങനെ ഉച്ചയ്ക്കുക. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ഞാനിങ്ങനെ കൃപാസനം എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ വഴി കാണിച്ചെന്ന്, തുറവൂർ വഴി, ആ വഴി വന്ന് തുറവൂർ വഴി ഇവിടെ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ല, അന്നത്തെ ദിവസം ഇത്രയും തിരക്കില്ലെങ്കിലും ഈ ബിൽഡിംഗ് ഇത്രയും വലുതായിട്ടല്ല, ഇത് ചെറിയൊരു മുറിയായിട്ടാണ്, ആരാധനാലയം ചെറിയ മുറിയായിട്ടാണുള്ളത്. ഇവിടെ കുറേ പേർ ഇങ്ങനെ ലൈൻ നിൽക്കുക. അപ്പോൾ ലൈൻ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് അച്ഛനെ കാണുക. അച്ഛൻ ഇതേപോലെ ഇങ്ങനെ എല്ലാവരെയും ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, ഇവിടെ ലൈനാണെന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ മുറിയിൽ പോയിട്ട്, ആരാധനയാണെന്നൊന്നും എനിക്കറിയില്ല, എല്ലാവരും അവിടെ മുട്ടിപ്പോയി നിൽക്കണം. ഞാനും പോയി മുട്ടിപ്പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ സ്വരം എൻ്റെ മനസ്സിൽ പറയുകയാണ്, ഇവിടെ 25,000 രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന്. അപ്പോൾ ഇത് തോന്നിയതാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ടായി. അപ്പോൾ എൻ്റെ ബാഗിൽ കാശ് ഇരിപ്പുണ്ട്.
ബിസിനസ് ആയതുകൊണ്ട് എപ്പോഴും കാശ് വെച്ചിട്ടുണ്ടാവും. ബാഗ് എപ്പോഴും ബൈക്കായതുകൊണ്ട് ഓഫീസ് സീല് കാശുണ്ടാവും. എൻ്റെ ബിസിനസ് ആ രീതിയാണ്. വണ്ടി വാടകയൊക്കെ കൊടുക്കണം, അപ്പോൾ എപ്പോഴും കാശുണ്ടാവും. ഞാൻ അവിടെ വെച്ച് തന്നെ എണ്ണിയിട്ട് ഒരു വെള്ള പേപ്പർ എടുത്ത് അത് പൊതിഞ്ഞ് ഞാനും പോയി ആ ക്യൂവിൽ നിന്നിട്ട് ഞാൻ അച്ഛൻ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയിലും കൈവച്ച് ബ്ലസ് ചെയ്തപ്പോൾ ഞാനിത് പോക്കറ്റിരുന്ന് ഈ കെട്ടെടുത്ത് 25,000 കെട്ടെടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അച്ഛൻ ഇവിടെയാണ് നിൽക്കണം, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ ഒച്ച പറഞ്ഞ് ഇവിടെ 25,000 രൂപ കൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട് അപ്പോൾ ആ തിരക്കിലൊന്നും മിണ്ടിയില്ല. എന്നോട് പറഞ്ഞ് നമുക്ക് പിന്നെ കാണണം എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ഞാൻ അടുത്ത ദിവസം ഞാൻ വന്നായിരുന്നു ഇവിടെ. അന്നാണ് അച്ഛൻ പറയുന്നത്, നിന്നെ ഇവിടെ അമ്മ മാതാവ് കൊണ്ടുവന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ വന്ന ദിവസം ഇവിടെ മാതാവിനെ പ്രതിഷ്ഠിച്ച് 1-ാം വാർഷികമായിരുന്നു. 2002 മാതാവിനെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഞാൻ വരുന്ന ദിവസം ഇവിടെ വാർഷികമായിട്ട് റാലി നടത്തി. അന്ന് ഈ പ്രേക്ഷിതർക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് വണ്ടി വാടക കൊടുക്കാൻ ഏറ്റിരുന്ന സ്പോൺസർ വന്നിട്ടില്ല, അവർക്ക് കാശ് റെഡിയായില്ല. അപ്പോൾ കാലത്തെ 10 മണി തൊട്ട് ഇവിടെ മധ്യസ്ഥ അച്ഛൻ കുറച്ച് പേരെ ഇരുത്തി അവിടെ പ്രാർത്ഥിക്കുക അമ്മ മാതാവിനോട്. കറക്റ്റ് 25,000 രൂപയുടെ കുറവുണ്ട്, 25,000 രൂപ അവിടെ കൊടുക്കണം. അതിന് 10 മണി തൊട്ട് ഇവിടെ പ്രാർത്ഥിക്കുക. 10 മണിക്ക് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും 2 മണിക്ക് ഇവിടെ കാശ് കൊടുക്കണം. ഞാൻ അവിടെ 1 മണിക്ക് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് അവിടെ എന്നോട് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയും വെച്ച് അന്നാ എനിക്ക് മനസ്സിലായത് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉറപ്പുണ്ട്, അതിൽ 1% സംശയിക്കേണ്ട നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നോടത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞ്, എന്നിട്ട് അച്ഛൻ അന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ അന്നത്തെ ദിവസമാണ് എനിക്ക് കൊന്ത ചൊല്ലാനുള്ള ഒരു പാംഫ്ലെറ്റ് തന്ന് ഒരു ജപമാലയും ബ്ലസ് ചെയ്ത് തന്നത്. എന്നിട്ട് പറഞ്ഞു തന്നത് തിങ്കളാഴ്ച ശനിയാഴ്ച ഇത് ചൊല്ലണം, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഇത് ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് തന്ന ആ സ്ലിപ്പിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് അന്ന് നൈറ്റ് തൊട്ട് ഞാൻ പോയിട്ട് വീട്ടിൽ മക്കളൊക്കെ ചേർന്നതാണ്, ഞാനും ഭാര്യയും കൂടി ഇംഗ്ലീഷിലാണ് തന്ന, ഇംഗ്ലീഷ് പാംഫ്ലെറ്റ്, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ഞങ്ങൾ അന്ന് തൊട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി. കൊന്ത ചൊല്ലി, ഇത് അമ്മ മാതാവിൻ്റെ രീതിയാണ്. ഇതൊക്കെ അമ്മയുടെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ ആദ്യം അമ്മ അംഗീകരിച്ചെടുക്കണം. അമ്മ മാതാവ് ഈ സഹനത്തിൻ്റെ സമയത്ത് നമ്മളെ ജീവിതത്തിലെ എല്ലാവരുടെയും മുമ്പിൽ സഹനം വരുമ്പോൾ ദൈവം നിയമവർത്തനം 30-ാം അധ്യായം 15 പറയുക, നിൻ്റെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വെച്ചിട്ടുണ്ട്, നിനക്ക് തിരഞ്ഞെടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ജീവൻ എന്ന് പറയണ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാം. സഹന സമയത്താണ് ദൈവം നമുക്കൊരു ചോയ്സ് വയ്ക്കുന്നത്, ജീവനും മരണവും ഞാൻ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സഹനം തന്നുകൊണ്ട് ദൈവത്തിനെ സ്വന്തം ആക്കണമെന്നുണ്ടെങ്കിൽ നീ ആ പരീക്ഷയിൽ പാസ്സാകണം. ദൈവം ഒരു പരീക്ഷ വയ്ക്കും, ജീവനും മരണവും. ജീവൻ വേണ ക്വസ്റ്റ്യൻ മരണം വേണ. ദൈവത്തെ സഹനം കാണുമ്പോൾ വിട്ടുപോണ എന്ന് വെച്ചാൽ മരണമെന്ന് വെച്ചാൽ ലോകം വേണം. നമ്മളൊക്കെ സഹനം വരുമ്പോൾ പ്രാർത്ഥനയെ വിട്ടുപോകും, അത് ജീവന് എതിരായിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏത് സഹനം വന്നാലും ചെറിയ സഹനത്തിന് ഞങ്ങൾക്ക് ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കണം. സഹനം കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഞാൻ വെറുതെ ഇല്ല പറയണത്. അതിനെ പ്രയോജനപ്പെടുത്തണം, അതിനെ കൃപയായിട്ട് മാറ്റണം. ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ദൈവം പറയും, മതി, നിനക്ക് ആവശ്യമുള്ള കൃപ ഞാൻ തന്നു കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ അതിൻ്റെ 100 ഇരട്ടി 1000 ഇരട്ടി ഇരട്ടിച്ചിട്ട് ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും. അതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് വിട്ടുപോകരുത്. എനിക്ക് ജീവൻ മതി ദൈവമേ, എനിക്ക് സഹനം വരുമ്പോൾ എനിക്ക് ജീവൻ മതി, ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, ഞാൻ പ്രാർത്ഥിച്ചേ നിൽക്കൂ, ഞാൻ വിട്ടുപോകില്ല, നിന്നെ വിട്ടുപോകില്ല, എനിക്ക് മരണം വേണ്ട, എനിക്ക് നീ ജീവൻ മതി. നമ്മൾ എപ്പോഴും നമുക്ക് സഹനം വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നോക്കിയോ, ജീവനാ മരണോ, എനിക്ക് ജീവൻ മതി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങൾ ഇതെല്ലാം ദിവസം കൊന്ത ചൊല്ലാൻ തുടങ്ങി. ജ്ഞാനസ്ഥാനമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ
2008 ആയപ്പോഴത്തേക്ക് 2008 കാലഘട്ടത്തിൽ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ സ്പീച്ച് കേൾക്കുമായിരുന്നു. അച്ഛൻ അന്ന് സ്പീച്ച്, അപ്പോൾ പിന്നെ കുറേ ബൈബിൾ വായിക്കും. ഞാൻ പറയുന്നത്, ഈ ലോകത്ത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു തരാം, കൊന്ത കയ്യിലുണ്ടെങ്കിൽ, ബൈബിളും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും സാധിച്ചെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ ഉത്തരം എന്ന് പറയണത് കഴുത്തിലുള്ള കൊന്ത തിരിച്ച് കഴുത്തിരുന്ന് കയ്യിലേക്ക് എടുക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആ പ്രശ്നം തീരാനുള്ള സമയം. പക്ഷേ അത് തിരിച്ചെടുക്കാൻ പറ്റണം. പ്രശ്നം വരുമ്പോൾ നിങ്ങളറിയാതെ കൈ കഴുത്തിലേക്ക് പോകണം, അതിങ്ങനെ എടുക്കാൻ അറിയണം. അതില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയില്ല വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ചെയ്യുന്നത് കൊന്ത മറന്നു പോവും, നമ്മൾ കരച്ചിലാണ്. സുഹൃത്തുക്കളെ തേടും, ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം പല സ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കാൻ പോവും. എന്ത് ചെയ്യും, ഏത് ചെയ്യും, കരച്ചലാ. ഞാൻ പറയണത്, നിങ്ങൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും പോക്കറ്റിൽ ബൈബിളും കഴുത്തിൽ കൊന്തയും പുറത്തെടുക്കാൻ പറ്റണം. എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക. ഒരു കൊന്ത ചൊല്ലുമ്പോൾ അമ്മ മാതാവിൻ്റെ രജിസ്റ്റർ ബുക്കിൽ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക. എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഞാൻ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുക. അത്രയും മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് സമയം കൊടുക്കുക, കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാനൊരു ദിവസം ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ ക്ലാസ് കേട്ട്, അന്നാണ് അച്ഛൻ പറയുന്നത് ഈശോനെക്കുറിച്ച്. അത് അമ്മ എന്നെക്കൊണ്ട് കേൾപ്പിച്ചാൽ ഇവിടെ വന്നിട്ട്. ഈശോനെ ദിവസവും നമുക്ക് കാണാം. തിരുവസ്തിയുടെ രൂപത്തിൽ, കുർബാനയുടെ സമയത്തിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോനെ നമുക്ക് കാണാം. അടുത്തിരുന്ന് കാണണം ഈശോനെ എന്നൊക്കെ പറഞ്ഞ് ജീവനുള്ള ഈശോനെ നമുക്ക് ദിവസവും കാണണമെന്നുണ്ടെങ്കിൽ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ മക്കളെ കാണാൻ വേണ്ടിയിട്ട് ദിവസവും കുർബാനയുടെ സമയത്ത് വരെയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ അന്ന് കോയമ്പത്തൂർ താമസിക്കുക. ഇതേപോലെ പ്രശ്നം, ഇതേപോലെ എനിക്ക് കോയമ്പത്തൂർ ഒരു ദിവസം ഇതേപോലെ ഞങ്ങളെ വീട്ടിൽ വന്ന അച്ഛൻ ഞങ്ങളോട് എൻ്റെ മുറിയിൽ, പ്രാർത്ഥന മുറി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ പറയുക, 2007 അച്ഛൻ പറഞ്ഞ്, ഇവിടെ ഇരുന്ന് മെസ്സേജ് കിട്ടിയാണ് വിജയകുമാർ അങ്ങോട്ട് കോയമ്പത്തൂർ പോകാൻ വേണ്ടിയിട്ട് മെസ്സേജ് കിട്ടിയാന്ന് പറഞ്ഞു. മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി അവിടെ പ്രശ്നങ്ങളാണ്, ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് അതിൻ്റെ പുറത്ത് ഏറ്റവും സങ്കടമായിപ്പോയി. എനിക്ക് കോയമ്പത്തൂർ ആരെ അറിയില്ല, വൈഫ് ഹൗസാണ്, പക്ഷെ ഒറ്റ ആളെ അറിയില്ല, എൻ്റെ കൂട്ടുകാരില്ല, എനിക്ക് മര്യാദയ്ക്ക് തമിഴ് പറയാൻ അറിയില്ല, എനിക്ക് ഒരു സ്ഥലം പോലും അറിയില്ല. അവിടെ പോയി എന്ത് ചെയ്യും ഒന്നും ഒരു പിടുത്തവുമില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് കിട്ടിയെന്ന്. ഞാൻ അടുത്ത ദിവസം 2 ദിവസം ആക്കിയില്ല. അച്ഛൻ അന്ന് പോയി അടുത്ത ദിവസം സാധനമൊക്കെ ഉള്ളതൊക്കെ എടുത്ത് അന്ന് കാറ് വാങ്ങിച്ച് എൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ഇട്ട് കുറച്ച് ബാഗൊക്കെ ആയിട്ട് കോയമ്പത്തൂർ അങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പറഞ്ഞാൽ നമുക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ എവിടെ പോവുക അവിടെ ദൈവം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ താമസിക്കുക. ഇതൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലാകണം, കോയമ്പത്തൂർ എന്തിനാണ് ദൈവം എന്നെ അയച്ചതെന്ന്. ഇന്ന് കോയമ്പത്തൂരിൽ ഞങ്ങളുടെ ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ ബിഷപ്പില്ല, അച്ഛനില്ല, ആരാധനയില്ല. എന്നാലും 800 പേര് എല്ലാ ആഴ്ചയും വരും. അവിടെ ഞങ്ങൾ റാലി നടത്താറുണ്ട്. ഞങ്ങളെ പ്രാർത്ഥന ഗ്രൂപ്പ് വലിയ സജീവമായിട്ട് അമ്മ മാതാവ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുക അവിടെ. പ്രൈസ് ദി ലോർഡ്. വലിയ കാര്യമാണ് ഇതൊക്കെ. അമ്മ മാതാവിൻ്റെ കയ്യിൽ കരങ്ങളിലേക്ക് നമ്മളെ കരം കൊടുത്തു കഴിഞ്ഞാൽ മതി, അമ്മ നടത്തിക്കോളും. അപ്പോൾ ഞാനിത് 2007 അച്ഛൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട് അന്ന്, അപ്പോൾ കോയമ്പത്തൂർ അങ്ങ് താമസിക്കുന്നത്, അന്ന് തൊട്ട് ഞാൻ അങ്ങോട്ട് 2007-8 ആ സമയത്താണ് ക്ലാസ്. അപ്പോൾ 8 തൊട്ട് അടുത്ത ദിവസം തൊട്ട് ഞാൻ അങ്ങോട്ട്, അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, സെൻറ്റ് ആൻറ്റണീസ് പള്ളിയാണ്. അവിടെ 6 മണിക്കാണ് കുർബാന. ദിവസവും കാലത്തെ കുർബാനയ്ക്ക് പോയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാലത്തെ കുർബാനയ്ക്ക് പോയിരിക്കും. കുർബാനയുടെ സമയത്ത് കൊന്ത ചൊല്ലാനൊക്കെ പറയാം. അപ്പോൾ കുർബാനയ്ക്ക് എല്ലാവർക്കും അപ്പം കൊടുക്കുമ്പോൾ ഞാൻ അപ്പത്തിൻ്റെ ആ ലൈന് നിൽക്കണതിൻ്റെ സൈഡിൽ പോയി നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോ അപ്പവും ഓരോ ഈശോ ആയിട്ട് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ദിവസം കൊന്ത ചൊല്ലിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വലിയ ആഗ്രഹം. അപ്പോൾ അച്ഛനോട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, എനിക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഇവിടെ കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ അച്ഛൻ എനിക്ക് തന്നായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ വെറുതെ ചോദിക്കും, അച്ഛൻ എന്തെങ്കിലും ഇന്ന് തെറ്റിയിരിക്കുമോ, നമുക്ക് ജ്ഞാനസ്ഥാനം എടുത്തില്ലല്ലോ, ജ്ഞാനസ്ഥാനം എടുക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ആയിട്ടില്ല, അക്രൈസ്തവർക്ക് നീ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കില്ല, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു തൃപ്തി. ജ്ഞാനസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് ഭാര്യ, മക്കൾ, അവരോടൊന്നും പറയാൻ പറ്റില്ല. അവരുടെ സ്വന്തക്കാരൊക്കെ അവിടെ കോയമ്പത്തൂരാണ്. അവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അവരുടെ സ്വന്തക്കാരോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഞാൻ ദിവസം കുർബാനയ്ക്ക് പോകും. ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് വിശ്വാസം മതി. നിങ്ങളുടെ ഭർത്താവ്
പ്രാർത്ഥിക്കേണ്ട, മക്കൾ പ്രാർത്ഥിക്കേണ്ട, ഭർത്താവ് മദ്യപാനത്തിന് അടിമയായിക്കോട്ടെ, മക്കൾ നിങ്ങളെ അനുസരിക്കാതിരിക്കട്ടെ, പഠിക്കാതിരിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഒരാൾ വിശ്വാസിയാണെങ്കിൽ അവരെല്ലാവരും വിശ്വാസത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവരുടെ അവിശ്വാസം കണ്ടിട്ട് നിങ്ങളും അവിശ്വാസത്തേക്ക് ഒരിക്കലും പോകരുത്. നിങ്ങൾ വിശ്വാസത്തിലേക്കാണെങ്കിൽ അവർ തിരിച്ച് വിശ്വാസത്തിലേക്ക് വന്നിരിക്കും. നിങ്ങൾക്കറിയാതെ അവരെ വിട്ടേക്കുക, അവരോട് വഴക്കിന് പോകരുത്, അവരെ ഒന്നും ശാസിക്കാൻ പോകരുത്. നിങ്ങൾ വിശ്വാസത്തിൽ നിന്നേച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ദിവസവും അവിടെ കുർബാനയ്ക്ക് പോകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ അമ്മ മാതാവ് തോന്നിപ്പിച്ച്, നിനക്ക് അപ്പം വേണ്ടടാ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ച്, അമ്മയോട് ഇങ്ങനെ സംസാരിക്കണം. പ്രാർത്ഥന എന്ന് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. നമ്മളെല്ലാവരും അങ്ങോട്ട് മാത്രമേ സംസാരിക്കാറ്. മാതാവ് പറയണതും കേൾക്കണം, ചെവി കൊടുത്ത് കേൾക്കണം. ഇന്നോട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു കൊന്ത ചൊല്ലി കഴിയുമ്പോൾ അമ്മ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചിലപ്പോൾ ബൈബിൾ വഴി സംസാരിക്കും, ചിലപ്പോൾ മനസ്സുകൊണ്ട് അമ്മ സംസാരിക്കും നിങ്ങളോട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും, ഞാൻ ഇങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ എല്ലാവരും അപ്പം വാങ്ങിക്കണം. ഞാൻ ദിവസം കാലത്തെ പോയി ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ലൈനിൽ ഇങ്ങനെ നിൽക്കുക. ലൈൻ ഇങ്ങനെ അപ്പം വാങ്ങിക്കുമ്പോൾ ഈ സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്കും അച്ഛൻ അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഒരു അപ്പം താഴെ വീണപ്പോൾ അച്ഛന് അത് എടുത്തിട്ട് മാറ്റി വെച്ച്, എന്നിട്ട് അന്നാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. താഴെ വീണപ്പോൾ കുറച്ച് പൊടി പോയിട്ടുണ്ടാവുമല്ലോ അതിലിരുന്ന്, എന്തായാലും പൊട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അന്നാ ശ്രദ്ധിക്കണം, അച്ഛൻ ഇത് കുർബാനയ്ക്ക് എല്ലാവർക്കും അപ്പം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ആ പ്ലേറ്റിലിരുന്ന് അത് വേറെ ബോക്സിലേക്ക് മാറ്റി, എന്നിട്ട് ആ പൊടിയൊക്കെ ഇങ്ങോട്ട് തട്ടി ആ വീഞ്ഞിലേക്ക് ഇടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അത് കുടിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നല്ല ഫാൻ കാറ്റും ഉണ്ട്, അവിടെ താഴെ കുറച്ച് പൊടി വീണിട്ടുണ്ട്, ഇവിടെയും വീണിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ച്, അമ്മ മാതാവേ താഴെ വീണിട്ടുണ്ടല്ലോ കുറേയൊക്കെ, ഇതൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് മൈക്രോസ്കോപ്പിക്കായിട്ട് ചെറിയ പൊടിയൊക്കെ താഴെ വീഴുള്ളൂ. അപ്പോൾ അമ്മ എനിക്ക് ഒരു വചനം തന്ന്, മാർക്കിൻ്റെ 7-ാം അധ്യായം 28 മേശയിലിരുന്ന് താഴെ വീഴുന്ന അപ്പം പട്ടികയ്ക്കുള്ളതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ദൈവം നമ്മളെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ബലഹീനത അംഗീകരിക്കണം, രണ്ടാമത് എളിമപ്പെടണം. അപ്പോൾ കാനാക്കാരിയായ സ്ത്രീ എളിമപ്പെട്ടപ്പോഴാണ് ദൈവം പറഞ്ഞത് നിൻ്റെ വിശ്വാസം വലുതാണെന്ന്. ദൈവത്തിന് വലിയ ഇഷ്ടമായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ താഴെ താഴെ കുനിഞ്ഞുകൊണ്ട് ചുംബിച്ചുകൊണ്ട് ഞാൻ ഈശോടുത്ത് പറഞ്ഞു, ഈശോയെ നിൻ്റെ അപ്പം മേശപ്പുറത്തിരുന്ന് താഴെ വീണിട്ടുണ്ട്, അത് പട്ടിയായ എനിക്ക് തന്നെയെന്ന് പറഞ്ഞ് ഞാൻ 2.5 കൊല്ലം അങ്ങനെയാണ് കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനസ്നാനം എടുക്കാതെ എല്ലാവർക്കും അപ്പം വിതറി കഴിയുമ്പോഴത്തേക്കും ഞാൻ താഴെ ചുംബിച്ച് കുർബാന സ്വീകരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുർബാന സ്വീകരിച്ച് അങ്ങനെ എനിക്ക് വലിയ തൃപ്തിയാണ്. ഇതായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല, മേശപ്പുറത്തിരുന്ന് താഴെ വീണതല്ലേ, അപ്പോൾ അത് പട്ടികയ്ക്കുള്ള നമ്മൾ പട്ടിയായിട്ട് അംഗീകരിച്ചാൽ മതി. നമ്മൾ എപ്പോഴും എളിമപ്പെട്ട് ദൈവത്തിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കായിട്ട് കരുതി വയ്ക്കും. ദൈവം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാൻ പറ്റില്ല, ദൈവം അതിന് പകരം നിങ്ങൾക്ക് എന്താ തരാൻ പോകുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് എളിമപ്പെടണം. ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ദൈവത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം. നമുക്ക് പലപ്പോഴും നമുക്ക് കുർബാനയ്ക്ക് പോകുമ്പോഴത്തേക്ക് ബോധ്യം ഉണ്ടാകാറില്ല. നമ്മൾ വാച്ച് നോക്കിയിട്ടായിരിക്കുന്നത്, എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും. പ്രസംഗം ഇച്ചിരി നീണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാച്ച് നോക്കും, ഇപ്പുറത്തൊക്കെ നോക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നത് ആരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ജീവനുള്ള യേശു ക്രിസ്തു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക, ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് 2008 തൊട്ട് ഞാനിങ്ങനെ ദിവസവും കാലത്തെ കുർബാനയ്ക്ക് പോയി നിലത്തിൽ ചുംബിച്ച് എല്ലാവർക്കും അപ്പം വിതറി കഴിയുമ്പോഴത്തേക്കും അപ്പം സ്വീകരിക്കുമായിരുന്നു. 2010 ഞാനും ജോസഫ് അച്ഛനും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വേളാങ്കണ്ണി പോവും. വേളാങ്കണ്ണി പോയി കഴിഞ്ഞാൽ ആൽത്താരയുടെ മുമ്പിൽ ഇരുന്ന് ഒരു 10-44 കൊന്ത ചൊല്ലാതെ എണിക്കില്ല. പ്രൈസ് ദി ലോർഡ്. കുറഞ്ഞതൊരു 40 കൊന്ത അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുക ആൽത്താരയിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. അച്ഛനിപ്പുറത്തും ഞാൻ റൈറ്റ് സൈഡും ഇങ്ങനെ ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛനും നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോഴത്തേക്കും അച്ഛനും നോക്കി നിൽക്കുക. ആൽത്താരയിൽ മെഴുതിരി കത്തിക്കൊണ്ടിരിക്കുക, 2 മെഴുതിരി കത്തിക്കൊണ്ടിരിക്കുക. അതിൽ ഒരു പ്രാവ് പറന്ന് വന്നിട്ട് അത് നേരെ പോയി ആ മെഴുതിരി എടുത്ത്
മെഴുകുതിരി എടുത്തിട്ട് അതിങ്ങനെ കാലിലേക്ക് കുറച്ച് കഴിഞ്ഞ് അത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് കുറച്ച് ദൂരം പറന്നിട്ട് നേരെ വന്ന് എൻ്റെ തലയുടെ മുകളിൽ തന്നെ പ്രാവ് ഇട്ട് തന്ന്. ആ പച്ച കളർ മെഴുകുതിരിയായത്. പ്രൈസ് ദി ലോർഡ്. ഇതാ ഈ മെഴുകുതിരി തന്നെയാണ്, കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി പ്രാവ് എടുത്തുകൊണ്ട് വന്ന് അന്ന് തൊട്ട് ഞാൻ സൂക്ഷിക്കുക. ഇത് തലയിട്ട് തന്ന്. ഞാനപ്പോൾ അച്ഛനും പറഞ്ഞ് അതെടുത്ത് പോക്കറ്റിൽ വെക്കാൻ പറഞ്ഞ്, ജോസഫ് അച്ഛൻ പറഞ്ഞ് പോക്കറ്റിലെടുത്ത് വെക്കാൻ പറഞ്ഞ് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ എണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇതെന്താ കാര്യമെന്ന്. അപ്പോൾ പറഞ്ഞ് പ്രാവ് മെഴുകുതിരി എടുത്ത് തലയിലിട്ടത് ദൈവം പറയുകയാണ്, അമ്മ മാതാവ് പറയുക ജ്ഞാനസ്ഥാനത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് അമ്മ മാതാവ് പറയുകയാണെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് അച്ഛൻ പറഞ്ഞ്. അത് കഴിഞ്ഞ് 2010 സെപ്റ്റംബറിലാണ് ഇത് സംഭവിച്ചത്. സെപ്റ്റംബറിൽ ഞങ്ങൾ 2011 ഏപ്രിലിന് ഞാൻ ഇവിടെ പള്ളി ഇരുന്ന് ഇസ്രായേലിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ പേരും കൊടുത്തായിരുന്നു. അച്ഛനോട് ചോദിച്ചിട്ട് ഹോളി ലാൻഡ് പോവുകയല്ലേ, അച്ഛനും ഞങ്ങൾ കുടുംബമായിട്ട് അച്ഛനും ഞങ്ങളെ കൂടെ വന്ന്. അപ്പോൾ കൂടെ വന്നപ്പോഴത്തേക്കും അന്ന് ഈസ്റ്ററിൻ്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ന് ജോർദൻ നദിയിൽ ഞങ്ങൾ നിൽക്കുക. ഞങ്ങൾ പോകുന്നത് ഈസ്റ്ററിൻ്റെ ആ സമയമാണ്. അപ്പോൾ ജോർദൻ നദിയിൽ നിൽക്കുക. അപ്പോൾ അവിടെ ഇരുന്ന് ഇന്നിയൂരച്ഛനുണ്ട്, ഗൈഡ് അച്ഛനാണ്. അങ്ങേര് പറയുകയാണ് ഇവിടെയാണ് ഈശോ ജ്ഞാനസ്ഥാനം എടുത്ത സ്ഥലം, ഈ നദിയിലാണ് ഈശോ ജ്ഞാനസ്ഥാനം എടുത്തതെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാനത് ആ വെള്ളത്തിലിങ്ങനെ കാല് വെച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല, എന്തോ ഒരു കറണ്ട് പാസ് ചെയ്ത പോലെ എനിക്ക് കയ്യും കാലും ഒന്നും അനക്കാൻ പറ്റിയില്ല. ഞാൻ മുട്ടിപ്പേ നിന്ന് ജോസഫ് അച്ഛൻ അടുത്തുണ്ട്. അച്ഛനോട് പറഞ്ഞ് അച്ഛോ എനിക്ക് ഇവിടെ വെച്ച് നിങ്ങൾ ജ്ഞാനസ്ഥാനം അച്ഛൻ ഇപ്പം തരണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മുട്ടിപ്പേ നിന്ന് അച്ഛൻ്റെ പോക്കറ്റിൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടായി. ആ വെള്ളം കളഞ്ഞിട്ട് അച്ഛൻ ഈ വെള്ളം എടുത്തിട്ട് എൻ്റെ തലയിൽ ഒഴിച്ചു തന്ന് അവിടെ എല്ലാവരും കൂടി ഒന്ന് ജോർദൻ നദി വെച്ചാൽ ജ്ഞാനസ്ഥാനം കിട്ടിയത്. എൻ്റെ മക്കളെയും 2 മക്കളും എൻ്റെ ഭാര്യയും ഞാൻ അവിടെ വിളിച്ച് അവരോടും പറഞ്ഞു. ഞാൻ ആലോചിച്ചില്ല അവർ നിൽക്കുമല്ല. ഞാൻ പറഞ്ഞു നമുക്ക് ജ്ഞാനസ്ഥാനം ഇവിടെ വെച്ചാണ് ദൈവം പറഞ്ഞിരിക്കണത്, ഈശോ ഇവിടെ വെച്ചാൽ നമുക്ക് ജ്ഞാനസ്ഥാനം പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരും അവിടെ മുട്ടിപ്പേ നിന്ന് അവിടെ വെച്ച് ഞങ്ങൾ 4 പേരിക്കും ജ്ഞാനസ്ഥാനം തന്ന് 2.5 കൊല്ലം അപ്പം ചുംബിച്ചെടുത്ത നമ്മളെ തന്നെ അമ്മ പട്ടിയായിട്ട് മാറ്റുമ്പോഴത്തേക്ക്, എളിമപ്പെടുമ്പോഴത്തേക്ക്, ഈശോയുടെ മുമ്പിൽ അവനവനെ താഴ്ത്തുമ്പോഴത്തേക്ക് അവൻ ഉയർത്തപ്പെടും എന്ന് പറയണത് ദൈവത്തിൻ്റെ നോട്ടത്തിൽ അമ്മ ഉയർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവം അതുകൊണ്ട് ആർക്കും കൊടുക്കാത്ത ഭാഗ്യമാണ് ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഉയർന്നപ്പോൾ യേശു ക്രിസ്തുവിന് ജ്ഞാനസ്ഥാനം കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് ജ്ഞാനസ്ഥാനം ദൈവം തന്നത്. എൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ചത് ഞങ്ങൾ അവിടെ ഇരുന്ന് പോയത് കാനയിലെ വിരുന്ന് വീട്, കല്യാണ വീട്ടിലേക്കാണ് പോയത്. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ആദ്യ കുർബാന തന്നത്. അമ്മ മാതാവിൻ്റെ സ്ഥലത്ത് വെച്ച ആദ്യ കുർബാന ഞങ്ങൾ 4 പേർക്ക് അവിടെയാണ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഭയങ്കരമാണ്. അമ്മ മാതാവ് നിങ്ങൾക്ക് വിചാരിക്കണ പോലെ ഇല്ല. നമുക്ക് ആ ബോധ്യം വേണം. അമ്മയ്ക്ക് നമ്മളോട് എന്ത് കരുതലാണ് ഉള്ളത്, ആ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ മാത്രം മതി. നമുക്ക് ആ ബോധ്യമൊക്കെ എപ്പോൾ പോകുമെന്നറിയാമോ? ആ ബോധ്യമൊക്കെ അമ്മ മാതാവ് സ്നേഹത്തോടെ നമ്മളെ ബലഹീനതയിലേക്ക്, ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കാനാണ്. നിങ്ങളെ കൊണ്ട് അമ്മയ്ക്ക് വലിയ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയ പദ്ധതിയുണ്ട്. ഓരോരുത്തരെ കുറച്ച് വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ ജോലി ചെയ്യാനുള്ള എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അന്ന് എനിക്ക് ഈ സഹനങ്ങളൊക്കെ തരുമ്പോൾ ഈ അച്ഛനോട് പലപ്പോഴും ചോദിക്കും, അച്ഛോ എനിക്ക് മാത്രം എന്താ പ്രശ്നം ഇങ്ങനെ? ഒരു പ്രശ്നം പോകുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയ പ്രശ്നം ഇങ്ങനെ ക്യൂല് വരും. പിന്നെ അത് ഒരു കണക്കിന് അങ്ങനെ പോകും. പ്രാർത്ഥിച്ചും വിഷമിച്ച് പ്രാർത്ഥിക്കും, കുറേ പ്രാർത്ഥിക്കും. അച്ഛനെ കിട്ടിക്കൊണ്ട് അമ്മ മാതാവ് കറക്റ്റായ സ്ഥലത്തായി ഇവിടെ കൊണ്ടുവന്നത്. കൃപാസനത്തേക്ക് ഞാൻ വന്ന് പെട്ടില്ലെങ്കിൽ ഇന്ന് ഞാനില്ല, വിജയകുമാറില്ല, ഈ ലോകത്തുണ്ടാകില്ല. അമ്മ മാതാവിന് അതറിയായിരുന്നു. അമ്മ മാതാവ് കൊണ്ടുപോയി നേരെ ഇവിടെ വിട്ട് എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത പ്രശ്നം, പിന്നെ കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, അത് പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ ക്യൂലാണല്ലോ പ്രശ്നമെന്ന്. അച്ഛൻ പറഞ്ഞ് ദൈവത്തിന് പദ്ധതി ഉള്ളവരിക്കാണ് ഇങ്ങനെ ക്യൂല് പ്രശ്നം തരുന്നത്. കൃപയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കൃപയിൽ നിറച്ചത് ഇന്ന് ദൈവജോലി ചെയ്യിപ്പിക്കാനാണ്. ഇന്ന് ഇവിടെയും കോയമ്പത്തൂരും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇന്ന് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ പറ്റേണ്ട അതിനു വേണ്ടി ഒരുക്കിയതാണ്. ഹൈന്ദവനായ എന്നെ ഒരുക്കിയത് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വലിയ കാര്യമൊന്നും ചെയ്യണ്ട. അത് ദൈവത്തെക്കുറിച്ച് ശരിയായ ബോധ്യം മതി.
നല്ലൊരു ബോധ്യം മതി. ദൈവം ഒരിക്കലും കൈവിടില്ല. ഈ സഹനം നമ്മളെ തന്നിരിക്കണത് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല. അത് ജെറമ്യാ 29:11 പറയുകയാണ്, എൻ്റെ പദ്ധതി നിൻ്റെ നന്മയ്ക്കാണ്, എൻ്റെ പദ്ധതി നിൻ്റെ നന്മയ്ക്കാണ്, നിന്നെ നാശത്തിലേക്ക് ഒരിക്കലുമില്ല. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ്. എനിക്ക് തന്നത് 40 മിനിറ്റാണ്. 40 ആയിട്ടുണ്ടോ? ആയിട്ടില്ല. പ്രൈസ് ലോർഡ്. ആയിട്ടുണ്ടോ? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനി സഹനം ഇല്ലാത്തവരാണ് സങ്കടപ്പെടേണ്ടത്. പ്രൈസ് ലോർഡ്. ഉറപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനവും ഇല്ല. ഇന്ന് വളരെ ഫ്രീ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണം കേട്ടോ. ഏതെങ്കിലും സഹനം ഓർത്തെടുത്തോളണം, എന്നിട്ട് അതിന് നന്ദി പറഞ്ഞോളണം ദൈവത്തോട്. ഒരു സഹനവും ഇല്ല, ഒരു കുറവും ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂൾ ഔട്ടാണ്. പ്രൈസ് ലോർഡ്. ദൈവം നിങ്ങളെ പഠിത്തം നിർത്തിയിരിക്കുകയെന്ന അർത്ഥം. പ്രൈസ് ലോർഡ്. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ചില പിള്ളേർ ഇവൻ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, ഇവൻ പഠിക്കുകയില്ലെന്ന് പറഞ്ഞ് നീ ഇന്ന് തൊട്ട് സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പോൾ ആ പിള്ളേർ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ പിള്ളേർ സ്കൂളിൽ പോകണ പിള്ളേരെ കണ്ടിട്ട് ഒരു അഹങ്കരിച്ച് ഒരു ചിരി ചിരിക്കുമല്ലോ, ആ ചിരി സന്തോഷത്തിൻ്റെ ചിരിയാണ്. അവൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇനി പഠിക്കാൻ വേണ്ട, എനിക്ക് പരീക്ഷയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനസ്സിലാക്കിയോ, ദൈവം നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജീവിതത്തിലേക്ക് ഈ സഹനം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ കൊന്തയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അമ്മ മാതാവ് തെളിയിച്ച് തന്നെന്ന് പറഞ്ഞല്ലോ. തെളിയിച്ച് ലാസ്റ്റ് ഞാൻ പറയും, അമ്മ മാതാവേ ഒരു തെളിവും വേണ്ട, എനിക്ക് വിശ്വാസമാണ്. ഇതെന്താന്നാ, ഞാൻ ഈ 2015 ഇവിടെ സാധാരണ ഒക്ടോബർ മാസത്തിൽ ഇവിടെ 3-ാമത്തെ ശനിയാഴ്ച റാലി വയ്ക്കും, അല്ലെങ്കിൽ 4-ാമത്തെ ശനിയാഴ്ച റാലി ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അടുത്ത ശനിയാഴ്ച ഞാൻ അന്ന് 2015 കോയമ്പത്തൂർ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞ്, ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു 10-40 പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ന് 40 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഞങ്ങൾ കോയമ്പത്തൂർ ഒരു റാലി വെച്ചോട്ടെ, അവിടെ എല്ലാം പെൻറ്റക്കോസ്റ്റുകാരും പ്രോട്ടസ്റ്റൻസുമാണ്, CSI ഒക്കെയാണ്. അമ്മ മാതാവിനെ കുറേ പേർക്ക് അറിയില്ല. എൻ്റെ തന്നെ സ്റ്റാഫ്, ഹോട്ടലിലെ സ്റ്റാഫുണ്ട്, ക്രിസ്ത്യാനികളാണ്. പക്ഷെ മാതാവിനെ അറിയില്ല, ജപമാല എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്നെ വളർത്തിയത് അമ്മ മാതാവും ജപമാലയും കൊണ്ടാണ്. അപ്പോൾ അത് എൻ്റെ കടമയാണ്, ജപമാല പലവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. റാലി നടത്തിക്കോട്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വലിയ നല്ല കാര്യമാണ്, നടത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ചോദിക്കണത് 4 ദിവസം ബാക്കിയുള്ളപ്പോഴാണ്. 4-ാം ശനിയാഴ്ചയ്ക്ക് 31-ാം തീയതിക്ക് 4 ദിവസം ബാക്കിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒക്ടോബർ 31 നടത്തണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അത് സിമ്പിളാണല്ലോ, നമുക്ക് അമ്മ മാതാവിൻ്റെ രൂപവും കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് റോട്ടിൽ കൂടി നടന്നു പോകാം, എന്നിട്ട് സെൻറ്റ് ആൻറ്റണീസ് പള്ളി വരെ പോകാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയാണ് മനസ്സിലായത് കോയമ്പത്തൂർ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ. അപ്പോൾ അവിടെ പോലീസ് പെർമിഷനൊക്കെ വാങ്ങിക്കണം, ഇല്ലെങ്കിൽ അവിടെ കിട്ടില്ല. പുറത്തുകൂടി ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, പോലീസ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയി, പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇല്ല, ഫസ്റ്റ് ഞാൻ ഇവിടെ പോയി, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് അവിടെ അച്ഛനോട് ഞാൻ ചോദിച്ച്, അച്ഛോ ഞങ്ങൾക്ക് ഇങ്ങനെ റാലി നടത്തണം, ഇവിടെ സ്പെഷ്യൽ മാസ് വയ്ക്കണം, ഞങ്ങൾ ഒരു 10-40-50 പേരുണ്ടാകും, അപ്പോൾ മാസ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ റാലി നടത്തി ഇവിടെ മാസ് വയ്ക്കണമെങ്കിൽ ബിഷപ്പിൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ബിഷപ്പിൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ബിഷപ്പിനെ അന്ന് കാണാൻ പറ്റില്ല. അതിനു മുമ്പ് നേരെ പോലീസ് സ്റ്റേഷനിലിരുന്ന് പെർമിഷൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ പാഡൊക്കെ DTPയിലടിച്ച്, കോയമ്പത്തൂർ കൃപാസനം പ്രയർ മിഷൻ കോയമ്പത്തൂർന്ന് DTPയിലടിച്ച് അച്ഛനോട് ചോദിച്ചിട്ട് അതിലൊരു റിക്വസ്റ്റ് ലെറ്ററൊക്കെ ഇൻസ്പെക്ടറിന്, അവിടെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുക, അവിടെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി അവിടെ കൊടുത്ത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു സിസ്റ്ററുണ്ട്, നിർമ്മല കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഈ നിർമ്മല കോളേജിൽ ഇരുന്ന് സെൻറ്റ് ആൻറ്റണീസ് പള്ളിക്ക് പോകാം, അങ്ങനെ റാലി നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലം കിട്ടി, എന്തായാലും ഓക്കെ ആയി എന്ന് പറഞ്ഞ് അങ്ങനെ ലെറ്ററൊക്കെ എഴുതി അവിടെ കൊടുത്തപ്പോഴത്തേക്കും
ഇൻസ്പെക്ടർ ഇത് കണ്ടിട്ട് ചോദിച്ച് പെർമിഷനൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ വലിയ പ്രശ്നമാണ്, ഹിന്ദു മുന്നണിക്കാർ വിനായക ചതുർത്ഥിക്ക് പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രശ്നമാണെന്ന് പറഞ്ഞു, ഇവിടെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നിട്ട് എന്നോട് ചോദിച്ചാൽ എത്ര പേരുണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 40-50 പേരെന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് 10-200 പേരുണ്ടാകും. ഞാൻ വിചാരിച്ച് കുറേ പേരെ കൂടി വിളിക്കാമല്ലോ. അപ്പോൾ 200 പേരുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒട്ടും കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച ആളെ കൂട്ടി പറഞ്ഞുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ സത്യം പറയാം 40 പേരേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ, ഇവിടെ പെർമിഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും, പോകാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ പളനി പോകുന്നവരൊക്കെ കാവടിയങ്ങ് എടുത്ത് റോട്ടിൽ കൂടി നടക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട പോകാൻ പ്രചകരാൻ അത് ഉച്ചയെടുത്ത് പറഞ്ഞു. ഞാൻ പുറത്തു പോയിട്ട് എൻ്റെ കൂടെ ഇൻസ്പെക്ടറിന് പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പരിചയക്കാരനായ ഒരു ജയറാം കൂടെ വന്ന് എനിക്ക് വലിയ മോശമായിപ്പോയി. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് പോയി നിന്നിട്ട് 2 കൊന്തവല്ലി അവിടെ നിന്നുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റണം. നമ്മളെ വീട് കത്തുമ്പോഴത്തേക്കും അവിടെ കറഞ്ഞുകൊണ്ട് നിൽക്കാതെ അവിടെ ഇരുന്ന് കൊന്തയെല്ലാം പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കൊന്തയെല്ലാം പറ്റണം. എന്ത് സംഭവിച്ചാലും ഒരാൾ നിങ്ങളെ കൊല്ലാൻ തന്നെ അവിടെ നിന്നിട്ട് കൊന്തയെല്ലാം പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ഫോൺ വരെയാ 6 മണിക്കൂറിൽ നിന്നെ കൊല്ലാൻ വരെയാണ്, നീ എവിടെ ഉണ്ട് എന്ന് നിങ്ങളുടെ സ്ഥലം എനിക്ക് മനസ്സിലായി, ഇല്ല നിന്നെ പിടിക്കാൻ വരികയെന്ന് പറയുമ്പോഴത്തേക്ക് 6 മണിക്കൂറിൽ 2 കൊന്തയല്ല എന്ന് പറഞ്ഞു. ഒന്ന് സ്പീഡായിട്ട് കൊന്തയല്ല നോക്ക്. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ അനുഭവം കിട്ടും. ഞാൻ പറയുക അനുഭവം കിട്ടിയിരിക്കും. കറയാതെ ഒരു പ്രശ്നം, ഒരു പ്രതികൂല സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നത് നിങ്ങൾ പറയുക ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടോളാം. മനസ്സിനോട് പറയുക 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടോളാം, 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പേടിച്ചോളാം, 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആരെങ്കിലും ഫോണിൽ വിളിച്ചോളാം, 20 മിനിറ്റ് എനിക്കൊരു കൊന്ത ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. കൊന്ത ചൊല്ലാൻ പറ്റണം നിങ്ങൾക്ക്. അത് പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് അത് ശീലിക്കണം, നിങ്ങൾ പരിശീലിക്കണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലിയിട്ട് അപ്പോൾ ജയറാം ഇങ്ങനെ നോക്കി ഇവിടെ ഒന്നും പെർമിഷൻ കിട്ടാൻ പാടില്ലെന്ന്. എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞ് കൊന്തയും കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞ് ഈ ഇൻസ്പെക്ടർ ഇവിടെ കാണില്ല കേട്ടാന്ന് പറഞ്ഞ്. അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അയാളുടെ മുമ്പിൽ നമുക്ക് ഒച്ചാകയല്ലേ എന്നൊരു തോന്നൽ, സങ്കടമുണ്ട്. അത് 3 ദിവസമുണ്ട് ഇങ്ങനെ എന്തായാലും ഞാൻ കൊണ്ടുപോകും. അമ്മയ്ക്കറിയാം നീ അറസ്റ്റ് ചെയ്താലും ഞാൻ കൊണ്ടുപോകും. ആരും വന്നില്ലെങ്കിൽ എൻ്റെ കൂടെ 40 പേര് വന്നില്ലെങ്കിൽ ഞാൻ തനിച്ച് അമ്മ മാതാവിനെ എടുത്ത് ഞാൻ അത് മനസ്സിൽ തീരുമാനം എടുത്തിരിക്കുക. അമ്മ മാതാവിനെ തനിച്ച് വെച്ച് എടുത്തുകൊണ്ട് എൻ്റെ ഭാര്യ മക്കളുണ്ടാവും, അവർ വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. എന്നെ കൊന്തയും എടുത്ത് ഞാൻ പോകുമെന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ച എന്തായാലും ഇനി ബിഷപ്പിനെ കാണാൻ പോകാം. അപ്പോൾ ഇന്ന് അത് വൈകുന്നേരമായിപ്പോയി. അടുത്ത ദിവസം കാലത്തെ എന്തായാലും ബിഷപ്പിനെ കണ്ടേക്കാം. ബിഷപ്പ് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ലെറ്റർ കിട്ടിയാൽ ഒരു അംഗീകാരമായില്ലോ എന്ന് പറഞ്ഞ് ബിഷപ്പ് ഹൗസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സെക്രട്ടറി അച്ഛനുണ്ട്. അച്ഛൻ രജിസ്റ്ററിലൊക്കെ എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിഷപ്പിനെ കാണണം, ഇങ്ങനെ ഞങ്ങൾക്ക് റാലി നടത്തണമെന്ന്. അപ്പോൾ ഇതിൽ എഴുതിക്കുമെന്ന് പറഞ്ഞു. ഒരു ഫോൺ നമ്പർക്ക് എഴുതിച്ചിട്ട് പറഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊയ്ക്കോ, ഞങ്ങൾക്ക് മറ്റന്നാൾ റാലി ഉണ്ട്. അപ്പോൾ പറഞ്ഞ ഇല്ല അടുത്ത ആഴ്ച ബിഷപ്പിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ, അപ്പോൾ അറിയിക്കാം, അതിനാണ് നിങ്ങളെ ഫോൺ നമ്പർ വാങ്ങിച്ചത്. ഇവിടുത്തെ രീതി ഇതാണ്. ഒരാഴ്ച ഞാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് കിട്ടിയിട്ട് എന്തിനാ, എനിക്കിപ്പോൾ കാണണമല്ലോ ബിഷപ്പിനെ. ഇല്ല ഇവിടുത്തെ രീതി അങ്ങനെയാണ്, ബിഷപ്പിനെ അങ്ങനെ കാണാൻ പറ്റില്ല. രജിസ്റ്ററിൽ ഈ അപ്പോയിൻമെൻറ്റ് രജിസ്റ്ററിൽ എഴുതി കഴിഞ്ഞാൽ ബിഷപ്പിൻ്റെ സൗകര്യം നോക്കിയിട്ട് പിന്നെ നിങ്ങളെ അറിയിക്കുക, അപ്പോൾ ഒന്ന് നോക്കണമെന്ന്. ഞാൻ അവിടെ പുറത്തിരുന്നിട്ട് കൊന്ത ചൊല്ലി. പ്രൈസ് ദി ലോർഡ്. ബിഷപ്പ് ഹൗസിൻ്റെ സെക്രട്ടറി അച്ഛൻ്റെ മുറിയിരുന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ അവിടെ റൂമുണ്ട് ബിഷപ്പിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്ത് താഴെ നിന്നുകൊണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് എത്ര കൊന്തയായാലും അവിടെ നിന്ന് പോകേണ്ടെന്ന് വെച്ച് തീരുമാനിക്കുക. 2-2.5 കൊന്ത ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ മുകളിലിരുന്ന് ബിഷപ്പ് ഇങ്ങനെ ഇറങ്ങി വന്നെ ദൂരത്തിരുന്നതിനെ കണ്ടിട്ട് അപ്പോൾ അമ്മ മാതാവ് പിടിച്ച് അങ്ങനെ സ്റ്റില്ലാക്കി നിർത്തി വെച്ച്. പ്രൈസ് ദി ലോർഡ്. നിർത്തിയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നെ നോക്കിയാൽ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച്, അപ്പോൾ ഞാൻ ഓടിപ്പോയി. പടിയിലിരുന്ന് അങ്ങനെ ഇറങ്ങി വന്നെ ഞാൻ അടുത്ത് പോയിട്ട് നിന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പിതാവേ, ഞാൻ കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് വരുന്നത്. അവിടെ ഞാൻ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ ഇടത്തും വലത്തും നടക്കാൻ പോകുമ്പോൾ അവിടെ ജപമാലയുടെ സ്വരമാണ്, നല്ല രസമാണ് കേൾക്കാൻ. എല്ലാവർക്കും ജപമാല അറിയാം. ഇവിടെ എൻ്റെ സ്റ്റാഫിന് പോലും ജപമാല അറിയില്ല, ഇവിടെ പെൻഡകോസ്റ്റുകാരാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് റാലി നടത്തിയത് അമ്മ മാതാവിൻ്റെ മാസമാണ്, ഒക്ടോബർ മാസമാണ്. റാലി നടത്തി കുറേ പേർക്ക് ജപമാല അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെന്ത്, അപ്പോൾ ഞങ്ങൾ നിർമ്മല കോളേജിൽ ഇരുന്ന് സെൻറ്റ് ആൻ്റണീസ് പള്ളി വരെ പോകുന്ന
അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞ പെർമിഷൻ വേണമെന്ന് ചോദിക്കണതിന് പകരം ഞാൻ പറഞ്ഞ ബിഷപ്പ് വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണം, പിതാവ് തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജപമാലയല്ലേ അമ്മ മാതാവിന് വേണ്ടിയിട്ടല്ലേ, ഞാൻ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ബിഷപ്പ് അവിടെ വെച്ച് പറയാം. പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് അപ്പം തന്നെ സെക്രട്ടറി അച്ഛനോട് ഞാൻ ചോദിച്ചത് പെർമിഷൻ ചോദിക്കാനാണ്, പക്ഷേ അമ്മ മാതാവ് പറയിപ്പിച്ച ഉദ്ഘാടനത്തിന് ബിഷപ്പ് തന്നെ വന്നൂന്ന് പറയിപ്പിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് സെക്രട്ടറി അച്ഛന് ഒരു ലെറ്റർ എഴുതി, അവിടുത്തെ ഇടവ അച്ഛന് ലെറ്റർ എഴുതി അവർക്ക് സ്പെഷ്യൽ മാസ് വയ്ക്കാൻ പറയണോ, ഞാൻ തന്നെ ഉദ്ഘാടനത്തിന് നിർമ്മല കോളേജിൽ പോവുകയെന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി. ഞാൻ ഈ ലെറ്റർ വാങ്ങിച്ച ഒരു ജെറോക്സ് എടുത്ത് നേരെ ഞാൻ അവിടെ അച്ഛൻ്റെ അടുത്ത് പോയില്ല, അതിൻ്റെ കോപ്പിയും ഒരു പിൻ ചെയ്ത് അടുത്ത ദിവസം കാലത്താണ് തലേദിവസം അയാൾ എന്നെ വഴക്കും പറഞ്ഞ് ഓടിച്ചതാണ്. ഇൻസ്പെക്ടറിനെ കാണാൻ പോയി. ഇപ്പോൾ എന്തായാലും ബിഷപ്പ് പെർമിഷൻ തന്നല്ലേ, ഇപ്പോൾ അംഗീകാരമായല്ലോ, നിനക്ക് പെർമിഷനിൽ തന്നേ പറ്റുമെന്ന് പറഞ്ഞാൽ തലേദിവസം അയാൾ 6 മണിക്ക് എന്നെ ഓടിച്ചതാണ്. ഞാൻ അടുത്ത ദിവസം അപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്, ഞാൻ സ്റ്റേഷനിൽ പോയി ഇങ്ങനെ നിൽക്കുക. സ്റ്റേഷനിൽ നിന്നിട്ട് ഞാൻ റൈറ്റർ, അവിടെ പോലീസിൻ്റെ റൈറ്റർ ഉണ്ട്, അങ്ങനെ അടുത്ത് കൊടുത്ത് ഇൻസ്പെക്ടറിനെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഏത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നലത്തെ ആ ജ്യോതി ഇൻസ്പെക്ടർ ഞാൻ ഇന്നലെ കണ്ട്. അപ്പോൾ റൈറ്റർ ഇങ്ങനെ ചോദിച്ച് ആ ഇൻസ്പെക്ടർ ഇന്ന് കാലത്തെ സ്ഥലം മാറ്റിയല്ലോ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. പ്രൈസ് ദി ലോർഡ്. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. തലേദിവസം 6 മണിക്ക് അവിടെ നിന്ന് കൊന്തജോലി ഞാൻ പറഞ്ഞ് ഈ ഇൻസ്പെക്ടർ ഇവിടെ കാണില്ലെന്ന്. 8 മണിക്ക് അയാളുടെ ഏതോ ഒരു പഴയ കേസോ എന്തോ കാര്യത്തിനായിരുന്നു, അയാളെ 8 മണിക്ക് അയാൾക്ക് മെസ്സേജ് വന്നിട്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അവിടെ നിന്ന് മാറ്റി. 12:30 മണിക്ക് പുതിയ ഇൻസ്പെക്ടർ വന്ന് സെൽവരാജ് എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ, അങ്ങേര് തിരുനെൽവേലിയിരുന്ന് വന്ന, അങ്ങേരെ പോയി കണ്ടപ്പോൾ അങ്ങേര് പറഞ്ഞു ഞാൻ കോൺവെൻറ്റിൽ പഠിച്ച, എനിക്ക് കൊന്തയും അറിയാം, അമ്മ മാതാവായിട്ട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഞാൻ തന്നെ 20 പോലീസുകാർ അയച്ചേരാത്. ഞാൻ നോക്കുമ്പോൾ 40 പേർക്ക് 20 പോലീസാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ 31-ാം തീയതി റാലി അവിടെ നടന്ന് 1800 പേരാണ് പങ്കെടുത്തത് അതിൽ. പ്രൈസ് ദി ലോർഡ്. 1800 പേര്. ഈ കൊല്ലം വരെ ഞങ്ങൾ റാലി നടന്നിട്ടുണ്ട്. അമ്മ മാതാവിനെ കൊണ്ട് ഇതൊക്കെ സാധിക്കൂ. അമ്മയ്ക്ക് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക, നിങ്ങളെ വളർത്താൻ അനുവദിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ കരച്ചിലും ബഹളവും സഹനത്തിനെക്കുറിച്ച് അതിൻ്റെ പുറകിൽ പോകാതെ അമ്മയുടെ കൈപിടിക്കുക. അമ്മ മാതാവ് എൻ്റെ ഭവനം എനിക്ക് കിട്ടണ്ട, അമ്മ എനിക്ക് എൻ്റെ കടം തീരണ്ട, ഞാൻ റൂട്ടിലേക്ക് പോട്ടെ, എനിക്ക് എല്ലാം പോട്ടെ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത്, പക്ഷെ നീ മാത്രമേ എനിക്ക് മതി അമ്മ. അത് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവന്മാരാ, അത് പറയാൻ പറ്റണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.